എൻ്റെ വീട്, അമ്മ, അച്ഛൻ. അമ്മ. കഴിഞ്ഞു, പോയിരുന്നു പഠിക്കട്ടോ. അമ്മ അറിഞ്ഞില്ലായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ അവിടെ കിടക്കുന്ന, ഞാൻ ഉറങ്ങിയ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു. നിതിൻ, പെട്ടെന്ന് റെഡിയാവ്, സ്കൂൾ ബസ് വരാറായി. ഞാൻ ഇറങ്ങുവാ. ഭക്ഷണം മുഴുവൻ കഴിക്കാതെ വരുത്തിട്ടോ. ഇന്ന് ഫുഡ് മുഴുവൻ കഴിച്ചിട്ട് ഇങ്ങോട്ട് വരാവുള്ളൂ. മോനെ, പ്രിൻസിപ്പാൾ എന്തിനാ റൂമിലേക്ക് വിളിപ്പിച്ചത്? എൻ്റെ മുന്നിൽ വെച്ച എല്ലാവരും എന്നെ. എന്താണ് ഇതിന് പറ്റിയത്? ഈയിടെയായിട്ട് ഇതിന്റെ പെർഫോമൻസ് ഭയങ്കര മോശമാണല്ലോ. വരൂ, നമുക്കൊന്ന് പ്രിൻസിപ്പളിനെ കാണാം. നിതിൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്കൊരു കാര്യമേ ചോദിക്കാനുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരുന്ന നിതിൻ ഈ വർഷം എല്ലാ വിഷയങ്ങളിലും വളരെയധികം പുറകോട്ട് പോയിരിക്കുന്നു. മാത്രമല്ല, പഴയ സ്മാർട്ട്നെസ്സും നിതിനില്ല. അത് സാറിന് വെറുതെ തോന്നുക. അവനൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും ഇവിടെ വിളിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? എന്താ ടീച്ചറെ? ടീച്ചറല്ലേ കുട്ടികളുമായി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്? ടീച്ചർ തന്നെ പറയൂ. നിതിൻ പഴയ ആളെയല്ല, ഇപ്പോൾ പഠനത്തിൽ വളരെ പുറകിലാണ്. മറ്റു കുട്ടികളായിട്ട് കളിക്കാനോ ഒരുവിധ അറ്റാച്ച്മെന്റും അവനില്ല. അതൊക്കെ ടീച്ചറിന് വെറുതെ തോന്നുക. അവൻ ഒരു കുഴപ്പമില്ലല്ലോ. ടീച്ചർ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ, ഞാൻ സംസാരിച്ചോളാം. വരൂ. നിങ്ങൾ നിതിൻ്റെ പേരൻസാണ്. ഞങ്ങൾക്കും അതുപോലെ തന്നെ നിതിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. സാറ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിതിനെ വിഷമിക്കുന്ന ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു നിതിനൊരു കൗൺസിലിംഗ് അത്യാവശ്യമാണെന്ന്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് തന്നെ അത് അറേഞ്ച് ചെയ്യാം. അതിന്റെ ആവശ്യമുണ്ടോ സർ?
അവനിപ്പോ പ്രത്യേകിച്ച് വേറെ ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ വെറുതെ? കുട്ടികളുടെ ചിന്തകൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നതിനും അപ്പുറത്താണ്. മേ ബി ഗുഡ് ഓർ ബാഡ്, അത് നിസ്സാരമായി നമ്മൾ തള്ളിക്കളയരുത്. പിന്നെ എന്തിനാ മോൻ റെയിൽവേ സ്റ്റേഷനിൽ പോയത്? എന്നെ ആർക്കും വേണ്ട, എനിക്ക് ആ ചേട്ടൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല. പോയി എന്താടാ നീ ഇവിടെ ഇരിക്കുന്നേ? വാ വീട്ടിൽ പോ. ഞാൻ കുറെ നേരമായിട്ടാ നിന്നെ അന്വേഷിച്ച് നടക്കുന്നത്. നീ എന്താ വീട്ടിൽ പോവാതെ ഇവിടെ വന്നിരിക്കുന്നേ? എൻ്റെ ആകെ സമാധാനം ചേട്ടൻ തന്ന ആ മിഠായിയാണ്. മോൻ എന്തിനാ അമ്മയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്? ഞാൻ ഫോണിൽ ചേട്ടനോട് സംസാരിക്കാൻ പോലും അമ്മ സമ്മതിച്ചിരുന്നില്ല. ആ ചേട്ടാ, നിന്നെ ടീച്ചർ വിളിപ്പിച്ചെന്ന് കേട്ടിട്ടോടാ. ആ നീ എന്തെങ്കിലും പറഞ്ഞാ? അത് ഇത് സീനൊന്നുമില്ല. നീ പക്ഷെ ഞങ്ങൾ ഇട്ട് കൊടുക്കാൻ നിൽക്കായിരിക്കോട്ടോ. ആര് ചോദിച്ചാലും ഒന്നറിയാത്ത പോലെ നിന്നോടുത്താ നീ മനസ്സിലായ എനിക്ക്. ആ നീ എന്തെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാണ്ടിരുന്നേ? അത് പിന്നെ എടാ നീ പേടിക്കാനൊന്നും നിൽക്കണ്ട, ഞങ്ങളുണ്ടാവും നിന്റെ കൂടെ. അച്ഛനമ്മയില്ലെങ്കിലും ഞങ്ങൾ എന്തായാലും നിന്റെ കൂടെ കാണും, മനസ്സിലായ? ആരുടെ ഫോണില്? ഇതിന്റെ ഒരു കുറവേ ഉള്ളൂ. ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞില്ലേ, മതി ഇതിന്റെ പണി. ഇരുന്ന് പഠിക്കാൻ നോക്ക്. അന്ന് രാത്രി എനിക്ക് അമ്മയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. എന്താ മോനെ നീ ചെയ്തേ? മുറിപ്പാടുകൾ ഉണ്ടായാലല്ലേ നമ്മളെല്ലാം പഠിക്കുകയുള്ളൂ, അല്ലേ? അതിപ്പോൾ മനസ്സിനായാലും ശരീരത്തിനായാലും വേദനകൾ അതാണല്ലോ നമ്മളെ പഠിപ്പിക്കുന്നത്. മാതാ, പിതാ, ഗുരു, ദൈവം. മാതാവിനും പിതാവിനും ഗുരുവിനും ഒരാളുടെ വ്യക്തിത്വ വികസനത്തിൽ കൃത്യമായ സ്ഥാനമുണ്ട്. പലപ്പോഴും വ്യക്തിഗത ഈഗോയും ലിംഗസമത്വം പോലുള്ള ആശയങ്ങളും വികലമായി ചിത്രീകരിക്കുന്നതും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിൽ വലിയൊരു കാരണമാകുന്നുണ്ട്.
അതിൻ്റെ ഇരകളോ നമ്മുടെ പാവം കുട്ടികളാണ്. അവരെ ഇത് 10 മടങ്ങായി അത് ബാധിക്കുന്നുണ്ട്. എല്ലാം വേണം, പക്ഷേ ആവശ്യത്തിന് മാത്രം. നിങ്ങളിലുണ്ടായ പല പ്രശ്നങ്ങളും നിതിൻ്റെ മനസ്സിനെ താളം തെറ്റിച്ചു. എന്നാൽ ഇപ്പോൾ അവൻ പരിപൂർണമായും നോർമലാണ്. നിങ്ങൾക്കവനെ കൊണ്ടുപോകാം. ഇനി ഇവൻ്റെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. ഞാൻ പോണില്ല.